ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 20 മുതൽ 25 വരെയുള്ള 6 ശ്ലോകങ്ങൾ നോക്കാം. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. യത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ച ഏവ ആത്മാനം പശ്യൻ ആത്മനി തുഷ്യതി. എത്ര ഉപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ. യോഗസേവയാ നിരുദ്ധം, യോഗാഭ്യാസം കൊണ്ട് നിരോധിക്കപ്പെട്ട ചിത്തം, മനസ്സ് എപ്പോഴാണോ എത്ര ഉപരമതേ, ഏതവസ്ഥയിലാണോ ശാന്തമാകുന്നത്, എത്ര ച ഏവ ആത്മാനം പശ്യൻ ആത്മനി തുഷ്യതി. എങ്ങനെയാണോ തന്നാൽ തന്നെ ആത്മാനം, ആ പരമാത്മ ചൈതന്യത്തെ ആത്മനി തന്നിൽ തന്നെ ദർശിച്ചുകൊണ്ട് മനസ്സിൻ്റെ ആ സാമ്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുവോ ആ അവസ്ഥയാണ് യോഗം എന്ന് പറയുന്നത്, യോഗാവസ്ഥ എന്ന് പറയുന്നത്. ഈ 4 ശ്ലോകങ്ങളിലായിട്ട് എന്താണ് യോഗാവസ്ഥ എന്ന് പറയുകയാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ. എല്ലാ മനസ്സിൻ്റെ കാമനകളെയും അല്ലെങ്കിൽ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും അതിൻ്റെ ബാഹ്യ വ്യാപാരത്തിൽ നിന്നെല്ലാം തിരിച്ചു പിടിച്ച് അതിനെ തന്നിൽ തന്നെ ഉപശമിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ശാന്തമാക്കിക്കൊണ്ട് ആ യോഗാവസ്ഥയിൽ ശാന്തമായ മനസ്സോടുകൂടി ഇരിക്കുന്ന ആൾ തന്നെ തൻ്റെ ഉള്ളിൽ ദർശിക്കുന്ന ആ സമാധി അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ആ അവസ്ഥയാണ് യോഗം അല്ലെങ്കിൽ യോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട തയ്യാറെടുപ്പ് യോഗമാർഗത്തിലൂടെ മുന്നേറുമ്പോൾ മനസ്സിൻ്റെ എല്ലാ ബാഹ്യ വ്യാപാരങ്ങളെയും നിരോധിക്കണം എന്ന് തന്നെയാണ്. ഉദാഹരണമായിട്ട് 5 കുതിരകളെ കെട്ടിയ ഒരു രഥത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് കരുതുക. ഈ 5 കുതിരകളും അതാതിൻ്റേതായ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ചേർത്ത് കെട്ടിയിരിക്കുന്ന ഈ രഥം ഏത് ദിശയിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. 5 വിഭിന്ന ദിശയിലേക്കാണ് വലിക്കുന്നതെങ്കിൽ ആ രഥം ആകെ കിടന്ന് ഇളകുന്നതല്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല, ഒരിടത്തേക്കും പോകാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ രഥം അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ തന്നെ നിന്നു പോകുന്നു, അതിന് മുന്നോട്ട് ഗമിക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് സാധ്യമല്ലാതായി പോകുന്നു. നമ്മളുടെ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജീവാത്മാവിനെ പരമാത്മാവിനോടുകൂടി ചേർക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്. അതിനായി ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന് ഈ ജീവാത്മാവിനെയും കൊണ്ട് മുന്നോട്ട് പോക്ക് എളുപ്പമാവില്ല, അല്ലെങ്കിൽ വളരെ ദുഷ്കരമാകും, ക്ലേശകരമാകും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് പറയുന്ന ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും അതിൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന ശബ്ദ, സ്പർശ, രൂപരസ, ഗന്ധങ്ങളിൽ നിന്ന് പിൻവലിച്ച് അതിനെ മനസ്സിൽ തന്നെ അടക്കിക്കൊണ്ട് വേണം മനസ്സിനെ ഉപശമിപ്പിക്കാൻ അല്ലെങ്കിൽ ശാന്തമാക്കാൻ. അങ്ങനെ ശാന്തമായിരിക്കുന്ന ഒരു യോഗിക്ക് തന്നിൽ ഉള്ള ആ ജീവാത്മാവിനെ അല്ലെങ്കിൽ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായിരിക്കുന്ന ജീവാത്മാവിനെ തനിക്ക് തന്നെ
ദർശിതമാകും അല്ലെങ്കിൽ അനുഭവവേദ്യമാകും എന്ന് ഇവിടെ ഭഗവാൻ പറയുക. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. സുഖം ആത്യന്തികം യത് തത് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തി എത്ര ന ച ഏവ അയം സ്ഥിതഃ ചലതി തത്വതഃ. സുഖം ആത്യന്തികം യത്തത്, ഏതൊരു സുഖമാണോ, ആത്യന്തികമായ സുഖമാണോ ഉള്ളത്, അത് ബുദ്ധിഗ്രാഹ്യം, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതും എന്നാൽ അതീന്ദ്രിയം, ഇന്ദ്രിയത്തിന് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തതുമായ ആ സുഖത്തെ വേത്തി അറിയുന്നവൻ സ്ഥിതഃ ചലതി തത്വതഃ. സ്ഥിതഃ ന ചലതി തത്വതഃ. ആ സുഖാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സ്ഥിരമായി നിൽക്കുന്നു. ന ചലതി തത്വതഃ. ആ തത്വത്തിൽ നിന്ന് അയാൾ അനങ്ങുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ യോഗമാർഗത്തിലൂടെ എത്തിച്ചേരുന്നതായ ഏതൊരു ആത്യന്തികമായ സുഖമാകുന്നുവോ അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതും എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതവുമായ ആ സുഖത്തെ അറിയുന്നവർ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞവർ സ്ഥിതഃ തത്വതഃ ന ചലതി. അവിടെ സ്ഥിതമായിട്ട് ആ തത്വത്തിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് ന ചലതി, അതിൽ നിന്ന് ചഞ്ചലപ്പെട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇളകിപ്പോകുന്നില്ല. അപ്പോൾ ഏതൊരു ആത്യന്തികമായ സുഖമാണോ ആ യോഗമാർഗത്തിലൂടെ യോഗി സമ്പാദിച്ചിരിക്കുന്നത്, അത് ബുദ്ധിയാൽ ഗ്രഹിക്കുന്നതും എന്നാൽ ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടാൻ കഴിയാത്തതുമായ ആ അവസ്ഥയിൽ എത്തിയ യോഗിയാവട്ടെ, അയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, ഇളകുന്നില്ല എന്നാണ് പറയുന്നത്. പ്രാഥമികമായിട്ട് തന്നെ മനസ്സിൻ്റെ എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെ തന്നിലേക്ക് തന്നെ അടക്കിയതിന് ശേഷമാണ് ഈ ആത്യന്തികമായ സുഖത്തെ അനുഭവിക്കാനായിട്ട് ഈ ആത്മാവിന് സാധിക്കുന്നത്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അത് പിന്നീട് ഒരു ഇളക്കമില്ലാതെ സ്ഥിരമായി നിൽക്കുവാൻ കഴിയുന്നത് ആ മനസ്സിൻ്റെ നിയന്ത്രണം കൊണ്ടാണ്. ആ ഒരു സുഖാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ആത്മദർശനം സാധ്യമാകുന്നത്. അത് നേടിയ ആളുകൾ അവിടെ തന്നെ നിശ്ചലമായി നിൽക്കുന്നു, അതിൽ നിന്ന് അണുവിട ചലിക്കുന്നില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി എത്ര ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. യം ലബ്ധ്വാ ച അപരം ലാഭം മന്യതേ ന അധികം തതഃ യസ്മിൻ സ്ഥിതഃ ന ദുഃഖേന ഗുരുണ അപി വിചാല്യതേ. യം ലബ്ധ്വാ, ഏതൊന്നിനെ ലഭിച്ചാലാണോ അല്ലെങ്കിൽ ഏതൊരു യോഗാവസ്ഥയെ പ്രാപിച്ചാലാണോ, അപരം ലാഭം ന അധികം മന്യതേ തതഃ ആ ലഭിച്ചതിനേക്കാൾ അധികമായിട്ടുള്ള ഒരു ലാഭമായിട്ട് കരുതാൻ സാധിക്കാത്തത്. ഏതൊരു ഈശ്വരനെ ലഭിച്ചാലാണോ ഇനി ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വസ്തു നമുക്ക് നേടേണ്ടതായിട്ട് ഇല്ല എന്ന ബോധ്യം ഉപാസകന് ഉണ്ടാകുന്നത്. യസ്മിൻ സ്ഥിതഃ ന ദുഃഖേന ഗുരുണ അപി വിചാല്യതേ. ആ യോഗാവസ്ഥയിൽ നിന്നു കഴിഞ്ഞാൽ എത്ര വലിയ ദുഃഖം വന്നാൽ പോലും അയാൾ അണുവിട ചലിക്കുന്നില്ല, വ്യതിചലിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പരമാത്മ തത്വത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത്. ഏതൊരു യോഗാവസ്ഥയെ പ്രാപിച്ച് ആ
ഭഗവത് പദം ലഭിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായി ഇനി എനിക്കത് കിട്ടാനില്ല എന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് എത്ര തന്നെ കൊടിയ വിഷമതകൾ വന്നു ചേർന്നാലും എത്ര വലിയ ദുഃഖങ്ങൾ വന്നു ചേർന്നാലും അയാൾ അല്പം പോലും ചഞ്ചലപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ ഭക്തിയെ, ആ യോഗമാർഗത്തെ, തനിക്ക് ലഭിച്ച ആ സാക്ഷാത്കാരത്തെ അയാൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നില്ല. ഭാഗവതത്തിലെ അംബരീഷൻ എന്ന രാജാവിൻ്റെ കഥ പറയുമ്പോൾ ഈ ഒരു തത്വത്തെ നമുക്ക് പ്രായോഗികമായിട്ട് അവിടെ കാണിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അംബരീഷ രാജാവിന് ഈ ദുർവാസാവിൻ്റെ ഒരു കുടില ബുദ്ധി മൂലം ദുഃഖം അനുഭവിക്കേണ്ടതായി വന്നു. ഏകാദശി വ്രതം കഴിഞ്ഞിരിക്കുന്ന അംബരീഷ രാജാവ് ദ്വാദശി ദിനത്തിൽ പാരണ വീടുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ആ സമയത്ത് അംബരീഷ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ദുർവാസാവും മുനിയും പരിവാരങ്ങളും കൂടി എത്തിച്ചേരുന്നു. ഈ ദുർവാസാവ് മുനി വന്നത് കണ്ടപ്പോൾ അംബരീഷ രാജാവ് പറഞ്ഞാൽ, എനിക്കിന്ന് പാരണ വീഴേണ്ട ദിവസമാണ്, അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് അന്നം ഭുജിച്ചുകൊണ്ട് പാരണ വീടാം എന്ന് പറഞ്ഞ് ദുർവാസാവിനെ ക്ഷണിച്ചു. ദുർവാസാവ് ഈ ക്ഷണമെല്ലാം സ്വീകരിച്ചു. പക്ഷേ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രം നടക്കുന്ന ഈ ദുർവാസാവ് തൻ്റെ മാധ്യാഹ്നിക കൃത്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് യമുനാ ജലത്തിലേക്ക്, അല്ലെങ്കിൽ യമുനാ നദിയിലേക്ക് പോയി. പാരണ വീഴേണ്ടതായ മുഹൂർത്തം അതിക്രമിക്കുന്നത് മനസ്സിലാക്കിയിട്ട് പോലും ദുർവാസാവ് മുനി തിരിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് എത്താൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഈ ദൃഢപ്രജ്ഞനായിരിക്കുന്ന, അല്ലെങ്കിൽ ഉറച്ച ഭക്തിയുള്ളവനായ ഈ അംബരീഷ രാജാവ് പാരണ വീടുവാനായി ഈ മഹർഷിയുടെ വരവും കാത്തിരിക്കുമ്പോൾ ആ മുഹൂർത്തം അതിക്രമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ജലം മാത്രം പാനം ചെയ്തുകൊണ്ട് പാരണ വീഴി. ഈ രംഗം കണ്ടുകൊണ്ട് തിരിച്ചെത്തിയ ദുർവാസാവ് അംബരീഷ രാജാവിനെ ഇല്ലാതാക്കാൻ തന്നെ നിശ്ചയിച്ചു. തൻ്റെ ജടയെ നിലത്തടിച്ച് അതിൽ നിന്ന് കൃത്യ എന്നുള്ള രാക്ഷസിയെ ഉദ്ഭവിപ്പിച്ചു. ആ കൃത്യ അംബരീഷ രാജാവിനെ ദഹിപ്പിക്കുവാനായിട്ട് ഓടി അടുക്കുന്നു. ഈ വാളും പിടിച്ച് ഓടിയെടുക്കുന്ന ആ കൃത്യയെ കണ്ടിട്ട് പോലും ഉറച്ച ഭക്തിയുള്ള ആ അംബരീഷ രാജാവട്ടെ നിന്ന നിൽപ്പിൽ നിന്ന് ഇളകിയില്ല എന്നാണ് പറയുന്നത്. നാരായണീയത്തിൽ അത് വർണ്ണിക്കുന്ന ശ്ലോകം വളരെ ഭംഗിയുള്ളതാണ്. കൃത്യാം ചതാം അസിതരാം ഭുവനം ദഹന്തീം അഗ്രേ വിവീക്ഷ്യ നൃപതിർ ന പദാശ്ചകമ്പേ ത്വദ്ഭക്തപാദമവിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വതാവീത്. കൃത്യാം ചതാം അസിതരാം, ആ കൃത്യ എന്നുള്ള രാക്ഷസി അവൾ വാളും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. ഭുവനം ദഹന്തീം, ഇപ്പോൾ ഈ ലോകം മുച്ചൂട് നശിപ്പിക്കുമെന്ന് പറഞ്ഞാണ് ആ വരവ് കണ്ടാൽ തോന്നുക. അഗ്രേ അഭിവീക്ഷ്യ നൃപതിഹി, തൻ്റെ മുമ്പിൽ ഈ കൃത്യയെ കണ്ടിട്ട് ആ രാജാവ് ന പദാച്ചകമ്പേ, നിന്ന് നിൽപ്പിൽ നിന്ന് അയാൾ ഇളകിയില്ല എന്നാണ് പറയുന്നത്. എന്നാലും ത്വദ്ഭക്തപാദം അഭിവീക്ഷ്യ സുദർശനം തേ, ആ അംബരീഷ രാജാവിന് ഭഗവാനാൽ നൽകപ്പെട്ട ആ സുദർശന ചക്രം അങ്ങോട്ട് ചാടി ഇറങ്ങി പുറത്തേക്ക്. കൃത്യാനലം ശലഭയൻ മുനിം അന്വതാവീത്, ആ കൃത്യയെ എങ്ങനെയാണ് തീയിൽ വീഴുന്ന ഒരു ശലഭം വെന്തുരുകി പോകുന്നത് പോലെ ആ കൃത്യയെ ഇല്ലായ്മ ചെയ്തു. എന്നിട്ട് മുനിം അന്വതാവീത്, ആ കൃത്യയെ അയച്ച ദുർവാസാവ് മുനിയുടെ പിന്നാലെ കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അംബരീഷ രാജാവിൻ്റെ ഉറച്ച ഭക്തിയെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്നെ ഇപ്പോൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് മുമ്പിലെത്തിയിരിക്കുന്ന കൃത്യയെ കണ്ടിട്ട് പോലും ആ ശേഷം ഇളകാത്ത ആ ഭക്തി, അതാണ് ഇവിടെ പറയാവുന്നത്. യസ്മി സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ, എത്ര ഗുരുത്വമുള്ള ദുഃഖം വന്നാൽ പോലും ആ യോഗാവസ്ഥയിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ നിലകൊള്ളുന്ന ആ യോഗിവര്യൻ
ന വിചാല്യതേ, അയാൾ ഒരിക്കലും ചഞ്ചലപ്പെടുന്നില്ല. ഉറച്ച ഭക്തി ഇല്ലാത്തവരാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ഓടി അകലുമായിരുന്നു. അതാണ് ആ ഉറച്ച ഭക്തിയുടെ വ്യത്യാസം എന്നാണ് ഇവിടെ പറയുന്നത്. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തഥാ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗസപ്ഞിതം സനിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. തം വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗസപ്ഞിതം സ നിശ്ചയേന യോക്തവ്യ യോഗ അനിർവിണ്ണ ചേതസ. തം വിദ്യാത് അതിനറിയണം. ഏതിന്? ആ യോഗസപ്ഞിതം, യോഗം എന്ന് പറയുന്ന അതിനെ നമ്മൾ അറിയണം. എങ്ങനെയുള്ള യോഗമാണ്? ദുഃഖ സംയോഗ വിയോഗം. ആ ദുഃഖത്തോടുള്ള ബന്ധത്തെ പൂർണ്ണമായിട്ടും അറുത്തു മാറ്റുന്നതായ ആ യോഗാവസ്ഥയെ നമ്മൾ അറിയണം. സഹ നിശ്ചയേന യോക്തവ്യ, അത് തീർച്ചയായും അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. ഏതു പ്രകാരത്തിൽ? യോഗ അനിർവിണ്ണ ചേതസ, അത് ക്ഷീണമില്ലാത്ത മനസ്സോടുകൂടി അഭ്യസിക്കപ്പെടേണ്ടതാകുന്നു ആ യോഗാവസ്ഥ. അപ്പോൾ ദുഃഖത്തോടുള്ള ബന്ധത്തെ പൂർണ്ണമായും വേർപെടുത്തുന്നതായ അവസ്ഥയെയാണ് ഈ യോഗം നമ്മളെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ യോഗമാർഗത്തിലൂടെ എത്തിക്കുന്നത്. ആ മാർഗത്തിൻ്റെ പേരാണ് യോഗം എന്ന് പറയുന്നത്. അതിനെ വിദ്യാത് അറിയണം. ആ യോഗമെന്ന് പറഞ്ഞാൽ യോഗ നിർവിണ്ണ ചേതസ അനിർവിണ്ണ ചേതസ യോക്തവ്യ, അത് ക്ഷീണമില്ലാത്തതായ മനസ്സോടുകൂടി അറിയപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അതിനോടുകൂടി അഭ്യസിച്ച് എത്തിച്ചേരേണ്ട ഒരു പദമാണെന്നാണ് പറയുന്നത്. യോഗമാർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരാൾ ആ യോഗം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു. അയാൾക്ക് ദുഃഖത്തോടുള്ള തൻ്റെ ഭൗതികമായ ബന്ധത്തെ പൂർണ്ണമായും മുറിച്ചു മാറ്റുന്നതാണ് ഈ യോഗാവസ്ഥ എന്ന് അയാൾ മനസ്സിലാക്കുന്നു. തീർച്ചയായും ആ യോഗാവസ്ഥ ഉറച്ച മനസ്സോടുകൂടി, യോഗ അനിർവിണ്ണ ചേതസ, ഉറച്ച മനസ്സോടുകൂടി, ക്ഷീണമില്ലാത്ത മനസ്സോടുകൂടി യോക്തവ്യ, പരിശീലനം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ യോഗമാർഗത്തിലൂടെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുവാനായിട്ട് ഉറച്ച മനസ്സോടുകൂടി പരിശീലിച്ചാൽ മാത്രമേ എത്തിച്ചേരാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ആ യോഗമാർഗത്തിലേക്ക് അല്ലെങ്കിൽ യോഗാവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എത്ര വലിയ ദുഃഖമുണ്ടായാലും അയാൾ അല്പം പോലും വ്യതിചലിക്കുന്നതില്ല എന്നത് പോട്ടെ, അത് പൂർണ്ണമായിട്ടും എല്ലാ ദുഃഖങ്ങളെയും അറുത്ത് കളഞ്ഞ് പരമമായ സൗഖ്യത്തെ നേടിത്തരുന്നതാണ് ഈ യോഗമാർഗം, അല്ലെങ്കിൽ ഈ യോഗം എന്ന് അറിയപ്പെടേണ്ടതാകുന്നു. അത് പരിശീലനം കൊണ്ട് മാത്രം അറിയപ്പെടേണ്ടതാകുന്നു എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 4 ശ്ലോകത്തിലും ഭഗവാൻ ആ യോഗം എന്ത് എന്നുള്ള കാര്യമാണ് ഉപദേശിക്കുന്നത്. ഏതവസ്ഥയിൽ എത്തിയാലാണ് ദുഃഖ ശാന്തിയും സുഖ ലഭ്യതയും ഉണ്ടാവുക എന്നുള്ളതാണ് ഈ 4 ശ്ലോകങ്ങളും ചേർത്തുള്ള ചർച്ചാവിഷയം. ഉറച്ച മനസ്സോടുകൂടി, വളരെ ഊർജ്ജസ്വലമായ മനസ്സോടുകൂടി തന്നെ പരിശീലനം ചെയ്ത് ആ യോഗമാർഗത്തിലേക്ക് എത്തുവാൻ പരിശ്രമിക്കേണ്ടതാകുന്നു എന്നും, ആ യോഗാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റ് എന്ത് തന്നെ വലിയ ദുഃഖങ്ങളുണ്ടായാലും അല്പം പോലും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവുകയില്ല എന്നും എല്ലാം അറിയപ്പെടുന്നതായ ഈ യോഗാവസ്ഥയെ എല്ലാ ദുഃഖവും അറുത്തു നീക്കാൻ കഴിവുള്ള ഒന്നായിട്ട് മനസ്സിലാക്കപ്പെടേണ്ടതാണ് എന്നുകൂടി ഭഗവാനിവിടെ ഉപദേശിക്കുന്നു. തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗസപ്ഞിതം സനിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസ സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ
സങ്കല്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാൻ അശേഷതഃ മനസാ ഏവ ഇന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. സങ്കല്പപ്രഭവാൻ കാമാൻ, സങ്കല്പങ്ങളിൽ നിന്നെല്ലാം ഉദ്ഭവിക്കുന്നതായ ഉണ്ടാകുന്നതായ എല്ലാ കാമങ്ങളെയും ത്യക്ത്വാ സർവാൻ അശേഷതഃ, എല്ലാത്തിനെയും പൂർണ്ണമായും ത്യജിച്ചിട്ട്, പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് മനസാ ഏവ ഇന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ. സമന്തതഃ ചുറ്റുപാടിൽ നിന്നും ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയ സമൂഹത്തെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഇവയെ മനസാ ഏവ വിനിയമ്യം, മനസ്സുകൊണ്ട് തന്നെ അടക്കണം. നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കാമങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ താല്പര്യങ്ങളെയും പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട്, ഉപേക്ഷിച്ചിട്ട് മനസാ ഏവ, മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയഗ്രാമം വിനിയമ്യ, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കണം. സമന്തതഃ, ബാഹ്യപ്രപഞ്ചത്തിൽ നിന്ന് നിയന്ത്രിക്കണം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന എല്ലാ കാമനകളെയും പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയഗ്രാമങ്ങളെ, 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും അതിൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് തിരിച്ചു പിടിച്ച് ബാഹ്യമായ യാതൊന്നും സംവേദനം ചെയ്യാതാക്കി തീർത്തുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. പുറമേ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ഈ ജ്ഞാനേന്ദ്രിയത്തിലൂടെയാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെക്കുറിച്ച് യഥാവിധി ഉള്ള ചിത്രം നമ്മളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ അടുത്ത ഒരു ക്ഷേത്രത്തിലിരുന്ന് ഒരു വെടി പൊട്ടുന്നു. ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അവിടെ വെടി പൊട്ടി. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് എന്തോ ശ്രേഷ്ഠമായ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ഗന്ധം കിട്ടുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ എന്തോ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഇനി കുറച്ച് മുമ്പിലൂടെ ഒരു ആന കടന്നു പോകുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയത് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ഒരു കൊതുക് വന്ന് കടിക്കുന്നു. അപ്പോൾ ആ ത്വക്ക് നമുക്ക് സംവേദനം തരുന്നു, കൊതുക് കടിച്ചു എന്ന്. ഇങ്ങനെ ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളും അതതിൻ്റെതായ ഇന്ദ്രിയ വിഷയങ്ങളെ മനസ്സിലേക്ക് എത്തിച്ചുകൊണ്ട് ആ മനസ്സിനെ ബാഹ്യമായ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുവാനായിട്ട് നിർബന്ധിതമാക്കുന്നു. ഈ ബാഹ്യമായ എല്ലാ വ്യാപാരങ്ങളെയും തന്നിലേക്ക് തന്നെ നിരോധിച്ചുകൊണ്ട് ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും അതിൻ്റെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് യഥേഷ്ടം വ്യാപരിക്കുവാനായിട്ട് വിടാതെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ആ യോഗമാർഗത്തെ അല്ലെങ്കിൽ യോഗാവസ്ഥയെ അനുഭവിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സങ്കല്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യാസമന്തതഃ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ശനൈഹി ഉപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വാ ന കിഞ്ചിത് അപി ചിന്തയേത്. ശനൈഹി ഉപരമേത്, പതുക്കെ പതുക്കെ മനസ്സിനെ ഈ യോഗാവസ്ഥയിൽ നിവർത്തിക്കണം. ബുദ്ധ്യാ ധൃതിഗൃഹീതയാ, ധൈര്യത്തോടു കൂടിയ ബുദ്ധി കൊണ്ട് ആത്മസംസ്ഥം മനഃകൃത്വ, മനസ്സിനെ ആ ആത്മചൈതന്യത്തിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നിവർത്തിക്കണം. ന കിഞ്ചിദപി ചിന്തയേ, അപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കരുതെന്നാണ്. ഈ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയൊക്കെ മനസ്സുകൊണ്ട് തന്നെ അടക്കി ധൈര്യത്തോടു കൂടിയ ആ ബുദ്ധിയാൽ
മനസ്സിനെ ആത്മസ്വരൂപത്തിൽ തന്നെ ലയിപ്പിച്ച് ക്രമമായ അഭ്യാസം മുഖേന നിവൃത്തനാകണം. ഇതിലെ ഈ ഷഡാധാരങ്ങൾ വഴി യോഗമാർഗത്തിലൂടെ ആത്മസ്വരൂപം അല്ലെങ്കിൽ ആ കുണ്ടലിനി ശക്തിയെ ഈ 6 പടികൾ കയറ്റി മുകളിൽ എത്തിക്കുന്നതായ ആ യോഗമാർഗം, അതിൽ പതുക്കെ പതുക്കെ ഓരോ പടികളും കടന്ന് ഏറ്റവും മുകളിലുള്ള ആ പടിയിൽ എത്തി വീണ്ടും പതുക്കെ അതിനെ താഴേക്ക് ഇറക്കി വീണ്ടും മുകളിലോട്ട് കയറ്റി താഴേക്ക് ഇറക്കി, അങ്ങനെ ആ പരിശീലനം ചെയ്യേണ്ടത് ആ രീതിയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിനെ ആത്മസ്വരൂപത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് ക്രമമായ അഭ്യാസം കൊണ്ടാണ് ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത്. അങ്ങനെ ആ ലക്ഷ്യത്തിലെത്തിക്കുന്ന സമയത്ത് ഈ ലക്ഷ്യസ്ഥാനമായിരിക്കുന്ന ആത്മചൈതന്യമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. പൂർണ്ണമായും താൻ ആ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നും മനസ്സ് വ്യാപരിക്കാൻ വിടാതെ നിൽക്കുമ്പോൾ ആ യോഗ അവസ്ഥയിൽ തന്നെ പൂർണ്ണമായും നിലീനമാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാം രാത്രി ഉറങ്ങാൻ നേരത്ത് ഈശ്വരനാമങ്ങളെല്ലാം ജപിച്ചുകൊണ്ട് ഉറങ്ങുന്നു. ഇടയ്ക്കെപ്പോഴെങ്കിലും ഉണർവുണ്ടായാൽ ആ സമയത്ത് നമ്മൾ ഏതേത് ശ്ലോകങ്ങളാണ് ജപിച്ചിരുന്നത്, അത് ചിലപ്പോൾ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ആ ഉണരുന്ന സമയത്ത് ഓർമ്മ വരാം. അപ്പോൾ ഏതൊരു ചിന്തയോടുകൂടിയാണോ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത്, ആ ചിന്ത നമ്മളിൽ സ്ഥിരമായി നിൽക്കുക തന്നെ ചെയ്യും. അതിനാണ് നിരന്തരമായ അഭ്യാസം അല്ലെങ്കിൽ പരിശീലനം വേണ്ടത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.